ഹായ് ഹലോ ഗാർഡൻ വിസ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുപ്രഭാദേവിയാണ്. ഇന്ന് എൻ്റെ റോസ് പ്ലാന്റിൻ്റെയൊക്കെ ഹാർഡ് പ്രൂണിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ബട്ടൺ റോസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ തരുന്നൊരു പ്ലാന്റാണ്. ഇതിലൊരു ബേസൽ ഷൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ബേസൽ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാതെ വേണം, നമ്മൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പഴയ നിൽക്കുന്ന കമ്പുകളിലൊക്കെ വന്നിട്ടുള്ള ലാറ്ററൽ ഷൂട്ട്സ് ഒക്കെയാണ് കട്ട് ചെയ്യുന്നത്. അതിലൊക്കെ മൊട്ടുകളും പൂക്കളും ഉണ്ട്. അതെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എൻ്റെ റോസ് പ്ലാന്റ്സ് 1-2 പ്ലാന്റ്സ് വെച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ഇതുപോലെ ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതപ്പോൾ എല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് വരും. ഒരുപാട് ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് കാണാനൊക്കെ ബോറടിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഹാർഡ് പ്രൂൺ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ കുറച്ച് സാഫ് തേച്ച് കൊടുക്കണം ആ മുറിപ്പാടിലൊക്കെ. പ്ലാന്റിന് ഡൈബാക്ക് വരാതിരിക്കാനും ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് തേച്ച് കൊടുക്കുന്നത്. നമുക്കിതിന് ബഡ്സ് യൂസ് ചെയ്യാം, പിന്നെ സ്പ്രേ ചെയ്ത് സാഫ് തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ചുവട്ടിലൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. മഴക്കാലത്തൊക്കെ സാഫ് റോസച്ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. റൂട്ട് വരാതിരിക്കാനും പോട്ടിംഗ് മിക്സിൽ വേറെ മറ്റു തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് മഴക്കാലത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതൊന്നൊക്കെ കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത് സാധാരണ കന്നി മാസത്തിൻ്റെ ഒരു ഒടുവിലൊക്കെ ആകുന്ന സമയത്താണ് ചെയ്യുന്നത്. അതായത് തുലാമഴയ്ക്ക് മുമ്പ് നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയ ഷൂട്ട്സൊക്കെ വരാൻ തുടങ്ങുന്ന സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് ആ ഷൂട്ട്സൊക്കെ വളർന്നു വരും. അങ്ങനെയാണ് ഹാർഡ് പ്രൂണിങ് ചെയ്യാറുള്ളത്. ഞാൻ എല്ലാ വർഷവും ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് താമസിച്ചു പോയി. സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ബട്ടൺ റോസിൻ്റെ പൂക്കളാണ്, ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഹാർഡ് പ്രൂൺ ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ പ്ലാന്റ്സ് എല്ലാം. അത്യാവശ്യം 1-2 ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഹാർഡ് പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. എല്ലാം മണ്ണ് പിടിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. മഴ പെയ്യുമ്പോഴത്തേക്കിന് പോട്ടൊക്കെ ചീത്തയാവാറുണ്ട്. അതൊക്കെ നമുക്ക് കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ വെക്കണം. കുറച്ച് പരിപാടികളുണ്ട്. ഇനിയും വളങ്ങൾ കൊടുക്കാനുണ്ട്. പിന്നെ പുതിയ ഷൂട്ട്സ് വരുമ്പോഴത്തേക്കിന് ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ കൊടുക്കണം. അങ്ങനെ ഇതിൻ്റെ ഗ്രോത്ത് ഡേ ബൈ ഡേ നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാം. അങ്ങനെ ഡേ ബൈ ഡേ എനിക്ക് കാണിക്കാൻ പറ്റില്ല. വീക്കെൻഡിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്